സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ വൈക്കം റേഞ്ചിന്റെ നേതൃത്വത്തിൽ സ്മാർട്ട് സ്കോളർഷിപ്പ് അവാർഡ് ജേതാക്കൾക്ക് അനുമോദനവും ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെ നേതൃത്വത്തിൽ മദ്രസകളിലെ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്മാർട്ട് സ്കോളർഷിപ്പ് പരീക്ഷയിൽ സംസ്ഥാന തലത്തിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. തലയോലപ്പറമ്പ് വടകര ജുമാ മസ്ജിദ് അങ്കണത്തിൽ നടന്ന തബ്ജീൽ കോൺഫറൻസ് അഡ്വക്കേറ്റ് കെ ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ PA ഷാജി പുത്തൻപുരയിൽ അധ്യക്ഷത വഹിച്ചു. SJM വൈക്കം റേഞ്ച് പ്രസിഡന്റ് മുഹമ്മദ് സലീം മിസ്ബാഹി, ജനറൽ സെക്രട്ടറി അബ്ദുൽ ഹക്കീം അൽഹാദി, NA പരീദ് കുഞ്ഞ, ഷെരീഫ് കോട്ടപ്പള്ളിയിൽ, വാർഡ് മെമ്പർ നിയാസ് കൊടിയനേഴം, വെള്ളൂർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം മുഹമ്മദ് സലീം മിസ്ബാഹി, വിവിധ ജമാഅത്ത് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സെമിനാർ SJM സദേൺ കൺവീനർ VH അബ്ദുറഷീദ് മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സ്വന്തം സഹോദരനെ മാറോട് ചേർത്ത് പിടിച്ചിരുന്ന സഹോദരനെ ആക്രമിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതിന്റെ മോട്ടിവേഷൻ എന്താണ് എന്ന് ഇപ്പോഴും നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടുപിടിച്ചിട്ടില്ല. എങ്കിലും ചർച്ചകളിൽ കേൾക്കാം, ഒരു മാസമായി ലഹരിക്കടിമയാണ് ഈ 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ. കടുത്തുരുത്തി എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ PL റോബിമോൻ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നത്, ഈ സാധനം ബോധപൂർവം നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഈ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. സാർ ഈ ജോലി ചെയ്യുന്ന ആളായതുകൊണ്ട് സാറിന് കൃത്യമായിട്ട് അറിയാം, നിങ്ങളുടെ കണ്ണുകളിലേക്ക് ഈ പദാർത്ഥങ്ങളെ കൊണ്ടുവരാൻ വലിയ ശ്രമമുണ്ട്. SSF ജില്ലാ പ്രസിഡന്റ് അഹമ്മദ് ത്വാഹ യാസിൻ നുസ്രി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഒരു മതാധ്യാപക സംഘടന എന്നുള്ളതിൽ അവിടെ മാത്രം ഒതുങ്ങി നിൽക്കാതെ ജനങ്ങൾക്ക് ഉപകാരം കിട്ടാൻ, പ്രത്യേകിച്ച് കാലിക പ്രസക്തമായ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട എന്തെല്ലാം കാര്യങ്ങൾ അതിനെതിരെ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയോ അതെല്ലാം ഇൻഷാ അല്ലാഹ് നമ്മുടെ റേഞ്ചിന്റെ നേതൃത്വത്തിൽ നടത്തും. അതുപോലെ ഒട്ടേറെ പ്രവർത്തനങ്ങളോട് ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല. ഏതായാലും ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു.